بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന വിഷയങ്ങൾ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ നേരത്തെ അള്ളാഹുവിൻ്റെ ഖുത്ബ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹുൽ അസീസ് മഹാന്റെ കാര്യങ്ങൾ അല്പം ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പ്രധാനമായ ഭാഗം കൂടി പറയാനുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ആ വിഷയം കൂടി അങ്ങ് പറയുകയാണ്. അത് വളരെ മനോഹരമായ കാര്യങ്ങളാണ്, അതിൻ്റെ പ്രധാനമായ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹുൽ അസീസ് മഹാനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പല രീതിയിലും പലർക്കുമുണ്ട്. എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി തന്നെ, തെറ്റിദ്ധാരണകളുടെ കൂമ്പാരമാണ് കുറേ ആളുകൾ. എല്ലാവരുമില്ല, തുച്ഛമായ കുറച്ച് ആൾക്കാരുണ്ട് വ്യാഖ്യാനിക്കാനും തെറ്റിദ്ധരിക്കാനും വേണ്ടിയുള്ളവരാണ്. ഈ തെറ്റിദ്ധരിക്കുന്നവരോട് അല്ലാഹുവേ അനുഗ്രഹത്തിൻ്റെ നാഥാ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്കൊരു ഉത്തരം പറയാമോ? ഇത്തരം രീതിയിലുള്ള മഹാന്മാക്കൾ, അള്ളാഹുവിൻ്റെ ഉലിമാര്, അള്ളാഹുവിൻ്റെ ശൈഖന്മാർ, അവരെങ്ങനെയാണ് ശൈഖന്മാരായത്? അവരെങ്ങനെയാണ് ഉലിമാരായത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവരെ മനസ്സിനെ അങ്ങ് ശുദ്ധീകരിച്ച്, അവരെ മനസ്സിനെ ശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയത്തിൽ ഒരഴുക്കിൻ്റെ ഒരു ശതമാനം പോലും, ഒരൽപ്പം പോലും അവരെ ഹൃദയത്തിലില്ല. ഈ പറയുന്ന നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എത്രയോ കിബറുകൾ, എത്രയോ അഹന്തകൾ, എത്രയോ അഹങ്കാര ഭാവങ്ങൾ, എത്രയോ ഞാനെന്നുള്ള ഭാവങ്ങൾ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമല്ലേ? ഞാനെന്ന് ചോദിക്കുന്നു, അതുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ഒരു പക്ഷേ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് വരും. നമ്മൾ ദുആ ചെയ്യുന്നു, നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ നോയമ്പ് പിടിക്കുന്നു, നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, നമ്മൾ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാനെന്നുള്ളൊരു ഭാവം, ഞാനിതെല്ലാം ചെയ്യുന്നല്ലോ, ഞാൻ വലിയവരാണ് എന്നുള്ള ഒരു ഖിബ്റിൻ്റെ ഒരംശം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമ്മളെ ഇൽമുകൾ, നമ്മളെ ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അങ്ങ് വെട്ടിക്കളയുകയാണ്, അത് സ്വീകരിക്കുന്നില്ല. അതേസമയം അള്ളാഹുവിൻ്റെ കുത്തുബുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ സയ്യിദന്മാരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഉലിമാരുണ്ടല്ലോ, അവരെ മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിലങ്ങ് ലയിച്ചങ്ങ് ചേർന്നു. ഇബാദത്ത് കൊണ്ട് രാവില്ലാതെ കണ്ട് കഷ്ടപ്പെട്ട് രാത്രിയോളം സുബഹി നിസ്കാരം വരെ സുന്നത്തങ്ങനെ നിസ്കരിച്ച് സൗജൂദ് നിസ്കാരം നടത്തി കോടിക്കണക്കിന് ദിക്റുകൾ അങ്ങനെ ചൊല്ലി അള്ളാഹുവിന് സുജൂദ് ചെയ്ത് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ്, അല്ലാഹ് കുറച്ച് കഴിവ് മഹാന്മാരിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ആ മഹാന്മാരും അള്ളാഹുമായിട്ട് വളരെ അടുപ്പത്തിലായി എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകണ്ട. നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം ഒന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന് നിങ്ങളത് മനസ്സിലാക്കണം, നല്ലതുപോലെ നിങ്ങളതൊന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. വിശ്വാസികളായ ആൾക്കാർക്ക് തന്നെ ചെറിയ അവിശ്വാസങ്ങൾ, ചെറിയ സംശയങ്ങൾ തോന്നാറുണ്ട്. ആ സംശയങ്ങൾ ഒന്ന് മാറുന്നതിന് വേണ്ടി കൂടിയും ഞാൻ അതാ ഒരു സംഭവം പറയുന്നു. ആ വിശ്വാസികളെ സംബന്ധിച്ചും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചും വിശ്വാസികൾക്ക് അവരുടെ മനസ്സിനകത്തൊരു സംശയം തോന്നുന്നു, അത് പറയുവാൻ നിവൃത്തിയില്ല. അങ്ങനെ അവർ വിഷമിക്കുന്നു. അതേസമയം ഒരു ശകലം പോലും, ഒരു ശതമാനം പോലും വിശ്വസിക്കാതെ കണ്ട് മഹാന്മാരെ വിമർശിക്കുന്ന, മഹാന്മാരെ മാറി നിന്ന് തെറി പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ അവരോടൊന്ന് പറയട്ടെ, ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അവരിൽ നിന്നും പല ചോദ്യങ്ങൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്, പല സംഭവങ്ങളും ഉണ്ടായിട്ടും അല്ലാഹുവേ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് പല സംഭവങ്ങളും ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് മഹാനവറുകൾ അവിടെ ഇല്ലായിരുന്നോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. മഹാനവറുകൾക്ക് കറാമത്തിൻ്റെ ഉന്നതനല്ലേ? മഹാനവറുകൾ അങ്ങനെ എന്തെങ്കിലും അതിശയം, ദിവ്യത്വം
മാനുണ്ടു എങ്കിൽ ഒന്നണിയാൽ പോലെ ആ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാകുമല്ലേ? ഇറാഖങ്ങ് തരിപ്പണമായി പോയില്ലേ? എന്താണ് ബഗ്ദാദിൽ കിടക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അല്ലാഹുവേ, ഈ എതിർക്കുന്ന പാർട്ടിക്ക് ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യം ഇഞ്ഞ് പുറത്തു വന്നൊരു ചോദ്യമാണ്. എന്നാൽ വിശ്വസിച്ചവരെ സംബന്ധിച്ച് ചില ആളുകൾക്കും ചെറിയ സംശയങ്ങളുണ്ട്. അത് അവർക്ക് പുറത്ത് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ സംസാരം, ഈ സാധുവായ എൻ്റെ ഈ സംസാരം അവർക്കും കൂടി പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവേ, അനുഗ്രഹത്തിൻ്റെ നാഥ, പടച്ച തമ്പുരാനുണ്ടല്ലോ, സർവാധിപനായ റബ്ബുണ്ടല്ലോ, ഏകാധിപനായ റബ്ബുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലായ തമ്പുരാൻ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലാഹു ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കും. ആ തീരുമാനങ്ങളെ മാറ്റാൻ ഒരാളിനും കഴിയില്ല, ഒരു ശൈലിനും കഴിയില്ല, ഒരു പ്രവാചകനും കഴിയില്ല. അതങ്ങ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താബായിക്ക് ഹിദായത്ത് കിട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഘോര ശ്രമങ്ങൾ നടത്തിയപ്പോൾ അവസാനമായിട്ട് അള്ളാഹുവിൻ്റെ വഴി വന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മുഹമ്മദേ, എൻ്റെ മുഹമ്മദേ, ഇനി അവനെ ഉപദേശിക്കണ്ട, അവന് ഞാൻ ഹിദായത്ത് കൊടുക്കുകയില്ല, തീയാളിൻ്റെ ചെരുപ്പ് അവനെ ഞാൻ അണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഹിദായത്ത് കൊടുത്തില്ലല്ലോ. തീ കൊണ്ടുള്ള അണിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ മാറ്റും. ചില തീരുമാനങ്ങൾ, എല്ലാ തീരുമാനങ്ങളുമല്ല, ചിലത് അള്ളാഹ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുകയില്ല. ഭൂമി ലോകത്ത് മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് താനിട്ടപ്പോൾ മലായിക്കത്തുകൾ എതിർത്തില്ലേ? അപ്പോഴും അള്ളാഹ് പറയുന്നു, എൻ്റെ തീരുമാനം മാറ്റുകയില്ല, ഞാൻ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പറഞ്ഞില്ലേ? ഈ ചരിത്രങ്ങളൊന്ന് പഠിക്കണേ. ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരണേ റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. തക്കാലം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിർത്തുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് കൂടി പറയുകയാണ്.